എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ എന്തെല്ലാമാണെന്നാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം പേർക്കും ഇരുചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ അനുയോജ്യമായത് ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ്. ഏത് തിരക്കേറിയ നഗരത്തിലൂടെയോ ബ്ലോക്കിലൂടെയോ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. എന്നാൽ ബൈക്ക്, സ്കൂട്ടർ തുടങ്ങിയ ഇരുചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസിന് നാം അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ഒതുക്കുകയോ അതല്ലെങ്കിൽ ഇൻഷുറൻസിൽ ചേരാതിരിക്കുകയൊക്കെ നാം ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും അധികം അപകട സാധ്യതയുള്ള വാഹനം ബൈക്കാണെന്ന കാര്യം നാം മറക്കുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളിൽ നാം ചെന്ന് ചാടുന്നത്. നിയമപരമായും നിങ്ങളുടെ സുരക്ഷിതത്വം പാലിക്കാനും രാജ്യത്ത് ഇരുചക്ര വാഹന ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ വിപണിയിൽ നിരവധി കമ്പനികളുടെ പലതരത്തിലുള്ള പോളിസികളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പോളിസി തിരഞ്ഞെടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. എന്താണ് ഇതിനുള്ള പോംവഴി എന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ്, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്നിങ്ങനെ പൊതുവെ ഇൻഷുറൻസ് ഇരുചക്ര വാഹനങ്ങൾക്ക് രണ്ട് തരത്തിലാണ് നിലവിലുള്ളത്. തേർഡ് പാർട്ടികൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കവറേജ് ലഭിക്കുന്ന പോളിസിയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അതായത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെ ഡാമേജിന് കവറേജ് ഇതിലൂടെ ലഭിക്കുന്നതല്ല. എന്നാൽ കോംപ്രിഹെൻസീവ് കവറേജിൽ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വാഹനത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ചെലവ് വർദ്ധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വാഹനത്തിന് മോഷണത്തിലൂടെയോ മറ്റു രീതികളിലോ ആകെ സംഭവിക്കാവുന്ന നഷ്ടത്തിനുള്ള പരമാവധി സം ഇൻഷുർഡ് എത്രയാണെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ വിപണി വിലയുമായി ചേർന്ന് നിൽക്കുന്നതാണ് IDV എന്നത് ഉറപ്പാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ മതിയായ പണം ലഭിക്കില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത നിലവിലെ ഇൻഷുറൻസ് പരിരക്ഷകൾ ഒപ്പം പ്രത്യേക തരത്തിലുള്ള അധിക കവറേജുകൾ നൽകുകയാണ് ഇനി നമുക്ക് ആഡ് ഓൺ കവറേജുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി അധിക തുക നൽകേണ്ടതാണ്. സീറോ ഡിപ്രീസിയേഷൻ, റോഡ് സൈഡ് അസിസ്റ്റൻസ്, എൻജിൻ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ അസിസ്റ്റന്റ് കവർ എന്നിങ്ങനെ വിവിധ തരം ആഡ് ഓൺ പോളിസികൾ ഇപ്പോൾ ലഭ്യമാണ്. ഇവ കൃത്യമായി തിരഞ്ഞെടുത്താൽ നമുക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.